പുരുഷന്മാരെ ചതിക്കുന്ന സ്ത്രീകളും സ്ത്രീകളെ ചതിക്കുന്ന പുരുഷന്മാരും ഇതെക്കാലത്തും എവിടെയുമുണ്ട്. ഇതേപോലെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചതുകൊണ്ട് ശാപം കിട്ടി ഭൂമിയിലേക്ക് വരേണ്ടി വന്ന ഒരു സ്ത്രീയുണ്ട്, മാലിനി. മാലിനി ഗന്ധർവ സ്ത്രീയാണ്. വീതിഹോത്രൻ എന്ന ഗന്ധർവകുമാരൻ്റെ ഭാര്യ. വീതിഹോത്രൻ മഹാബ്രഹ്മജ്ഞാനിയായിരുന്നു. ചിത്രകവചൻ എന്ന ഗന്ധർവൻ്റെ മകളാണ് മാലിനി. വിവാഹിതയായതിനു ശേഷം കൽമാഷൻ എന്ന കിരാതനെ അവൾ പ്രേമിക്കുന്നു. ഭർത്താവ് അറിയാതെയുള്ള ഒരു ബന്ധം. ബ്രഹ്മജ്ഞാനിയായ വീതിഹോത്രൻ ഇതറിയുകയും അവളെ ശപിക്കുകയും ചെയ്യുകയാണ്. നീയും ഒരു കിരാത സ്ത്രീയായിട്ട് മാറട്ടെ എന്നുള്ള ഒരു ശാപം അവൾക്ക് കൊടുക്കുന്നു. ഈ ശാപം കിട്ടിയതിന് ശേഷമാണ് ശബരിയായി ഭൂമിയിലേക്ക് വരികയും മതങ്കാശ്രമ പരിസരത്ത് താമസിക്കുകയും ചെയ്യുന്നത്. ശ്രീരാമൻ്റെ ദർശനമുണ്ടാകണം, മോക്ഷമുണ്ടാകണം. അതിനുവേണ്ടി ശിഷ്യന്മാരെ പരിചരിക്കുന്നു, അവരിൽ നിന്നും ബ്രഹ്മജ്ഞാനം നേടുന്നു, ശ്രീരാമ പൂജകൾ ചെയ്യുന്നു. ഇങ്ങനെ പൂജകളൊക്കെ ചെയ്യുന്ന സമയത്താണ് ശ്രീരാമ ലക്ഷ്മണാദികൾ കാട്ടിൽ എത്തിച്ചേരുന്നത്. ശ്രീരാമനെ ഉപചരിക്കുവാനായി ശബരി ഏറ്റവും ശ്രേഷ്ഠങ്ങളായിട്ടുള്ള പഴങ്ങൾ കരുതുന്നു. അവ കേടുള്ളതാണോ എന്ന് പരിശോധിക്കുവാനായിട്ട് ഓരോന്നും കടിച്ച് രുചിച്ച് നോക്കിയതിന് ശേഷമാണ് ശ്രീരാമന് കൊടുക്കുന്നത്. ശ്രീരാമന് പക്ഷേ ദേഷ്യമല്ല ഉണ്ടായത്, അവളുടെ ഭക്തി കണ്ട്, അവളുടെ ആത്മാർത്ഥത കണ്ട് സന്തുഷ്ടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അവളെ അനുഗ്രഹിക്കുന്നു. സൂര്യപുത്രനായ സുഗ്രീവൻ ഈ മതങ്കാശ്രമത്തിന് സമീപത്ത് തന്നെ ഋഷ്യമൂക പർവ്വതത്തിൽ താമസമുണ്ടെന്നും സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ സീതയെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നും ശബരി രാമനെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അറിവ് കൊടുത്തതിന് ശേഷം തൻ്റെ ദേഹത്യാഗം നടത്തുകയാണ് ശബരി. രാമഭക്തി അങ്ങേയറ്റമുള്ള ഒരു സ്ത്രീ, അതാണ് ശബരി. രാമഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറന്നു പോകാൻ പറ്റാത്ത ഒരു പേര് തന്നെയാണ് ശബരിയുടെ പേര്. ശബരിയുടെ നിഷ്കളങ്കതയാണ് ഈ കഥയിലൂടെ നമ്മൾ കാണുന്നത്. കാപട്യമില്ലാത്ത ഭക്തിയിൽ ആ നിഷ്കളങ്കത കൂടി കലരുമ്പോൾ ഈശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുകയാണ്.